കഥ നിന്നിലേക്ക്. രചന ഷെയ്ഖ. അവതരണം സിദ്ദീഖ് ഓമശ്ശേരി. ഇക്ക, ഇന്ന് ഡ്രസ്സ് എടുക്കാൻ പോവാണ്. അവിടെ ചെന്നിട്ട് വിളിക്കാം. എനിക്ക് ചേരുന്ന കളർ പറഞ്ഞു തരണം കേട്ടോ. എൻ്റെ പെണ്ണ് ഏത് കളർ എടുത്താലും അത് ചേരുമല്ലോ. അയ്യടാ, പതപ്പിക്കാൻ പറഞ്ഞതല്ല, ഞാൻ വിളിക്കും, എടുത്തോണം. എന്നാ ശരി, വെക്കട്ടെ. കടയിൽ ചെന്നിട്ട് വിളിക്കാം. കോൾ കട്ട് ചെയ്ത് താഴേക്ക് വന്നപ്പോൾ എല്ലാവരും റെഡിയായി വണ്ടിയിൽ കയറാൻ നിൽക്കുന്നു. ഉമ്മ തറപ്പിച്ചു നോക്കുന്നുണ്ട്. ഒന്ന് ചിരിച്ചു കാണിച്ച് വണ്ടിയിൽ കയറിയിരുന്നു. ഷോപ്പിൽ ചെന്നു നിഷുക്കയെ വിളിച്ചു. ഡ്രസ്സും ആഭരണങ്ങളും ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ രാത്രിയായിരുന്നു. പിറ്റേന്ന് പന്തൽ പണിക്കാരുടെ ബഹളം കേട്ടിട്ടാണ് ഉണർന്നത്. 4 ദിവസം കൂടിയേ ഉള്ളൂ കല്യാണത്തിന്. അല്ല, തങ്ങളുടെ പ്രണയ സാഫല്യത്തിന്. തലേ ദിവസമാണ് ഇക്ക നാട്ടിലേക്ക് വരുന്നത്. ഹണിമൂൺ സമയം കൂടുതൽ കിട്ടാൻ അത്ര ലേറ്റായിട്ട് വരുന്നത്. ആകെ 2 മാസമേ കമ്പനി ലീവ് കൊടുക്കൂ. എല്ലാവരും പറഞ്ഞതാണ് റിസൈൻ ചെയ്തു പോരാൻ. പക്ഷേ നല്ല ശമ്പളം കിട്ടുന്ന ജോലി പെട്ടെന്ന് ഒഴിവാക്കി പോരാൻ മടിയ കക്ഷിക്ക്. ഓരോന്നും ആലോചിച്ച് സമയം പോയതറിഞ്ഞില്ല. അനിയത്തി വിളിച്ചു പോകുന്നുണ്ട് ബ്യൂട്ടി പാർലറിലേക്ക് പോവാൻ. കല്യാണമൊക്കെയല്ലേ, ഒന്ന് മൊഞ്ചത്തി ആവാന്ന് കരുതി. നിഷിക്ക പറഞ്ഞിട്ടുണ്ട്, പുട്ടിയടിച്ചു വന്നാൽ നല്ല അടി കിട്ടുന്നു. കണ്ണെഴുതിയ മാത്രം മതി പെണ്ണേ. നിന്റെ കണ്ണ് കണ്ടിട്ടാ നിങ്ങളുടെ മൊഹബത്ത് തോന്നിയത്. അത് കണ്ടാ പിന്നെ ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റൂല എൻ്റെ സാറേ. ബാനു പെണ്ണേ, ഞാൻ അങ്ങോട്ട് വന്ന് കൊണ്ടുവരണോ നിന്നെ? വീണ്ടും ഓളാണ്. ഓളെ പേര് ഷഹാന, ഞാൻ ഷബാന. ഉപ്പക്കും ഉമ്മക്കും ഞങ്ങൾ 2 രാജകുമാരിമാരാണ്. അയ്യേ, ഒരു രാജകുമാരി, ഒന്ന് വന്നേ. ഓള് സ്കൂട്ടി എടുത്ത് റെഡിയായിട്ടുണ്ട്. പന്തൽ പണി ഏകദേശം കഴിഞ്ഞിരിക്കുന്നു. ഇനി അലങ്കാരപ്പണികളേ ബാക്കിയുള്ളൂ. ബ്യൂട്ടീഷ്യൻ ചേച്ചി കാത്തിരിക്കുകയായിരുന്നു. ഇന്ന് എനിക്ക് വേണ്ടി മാത്രം വന്നതാണെന്ന് പറഞ്ഞു. ഒരു കല്യാണത്തിന് പോവാനുള്ളതാണത്രേ. എല്ലാം കഴിഞ്ഞു വൈകുന്നേരമായപ്പോഴാണ് വീട്ടിലെത്തിയത്. അടുത്ത ബന്ധുക്കളൊക്കെ എത്തിത്തുടങ്ങിയിരിക്കുന്നു. ഉമ്മ ഡ്രസ്സും ആഭരണങ്ങളും അവർക്ക് കാണിച്ചു കൊടുക്കുന്ന തിരക്കിലാണ്. ചിലര് ഇരുന്ന് പരദൂഷണം പറയുന്നു. അബുവിന് എന്തിൻ്റെ കേടാ, പ്രേമിച്ച് ചെക്കന് തന്നെ കെട്ടിച്ചു കൊടുക്കാൻ. നമ്മുടെ നിലവും ബലവും നോക്കണ്ടേ? അത്ര സാമ്പത്തികമൊന്നും ഇല്ലാത്ത കൂട്ടരാ ചെക്കൻ്റെ. കേട്ടപ്പോൾ പെരുവിരൽ മുതൽ ധരിച്ചു കയറിയതാ. പക്ഷേ പ്രതികരിച്ചില്ല. അവർക്കറിയില്ലല്ലോ ഞങ്ങളുടെ പ്രണയത്തിൻ്റെ ആഴം. വലിയ സൗന്ദര്യമൊന്നുമില്ലാത്ത തനിക്ക് ആൺകുട്ടികളോട് സംസാരിക്കാൻ മടിയായിരുന്നു. ഏറെ സമയം ഒറ്റയ്ക്കിരിക്കുന്നത് കണ്ടിട്ടാവണം നിഷാദ് തന്നോട് സംസാരിക്കാൻ വന്നിരുന്നത്. ആ സൗഹൃദം പതിയെ പ്രണയത്തിലേക്ക് മാറുകയായിരുന്നു. അത്രമേൽ ആഴത്തിൽ പ്രണയിച്ചത് കൊണ്ട് തന്നെ എല്ലാവരും അറിഞ്ഞു. വീട്ടിലറിഞ്ഞപ്പോൾ ആദ്യം കുറെ എതിർത്തുവെങ്കിലും തൻ്റെ സന്തോഷം അതാണെന്ന് മനസ്സിലാക്കി ഉപ്പ കല്യാണത്തിന് സമ്മതിക്കുകയായിരുന്നു. പിന്നെ വീട്ടുകാരും കല്യാണം ഉറപ്പിച്ചപ്പോൾ മഹർ ഞാൻ അധ്വാനിച്ചുണ്ടാക്കുമെന്ന ആഗ്രഹത്തോടെ നിഷുക്ക പ്രവാസം സ്വീകരിച്ചു. 2 വർഷത്തിനു ശേഷമാണ് നാട്ടിലേക്ക് വരുന്നത്. കൂടെ ഇക്കയുടെ ജ്യേഷ്ഠനും കൂട്ടുകാരനുമൊക്കെ വരുന്നുണ്ട് കല്യാണം കൂടാൻ. മൈലാഞ്ചിയൊക്കെ ഇട്ട് കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്നപ്പോൾ നിഷുക്ക വിളിച്ചു. കുറേ നേരം സംസാരിച്ചു. ഇതിനിടയിൽ ഷാനു ഒന്ന് കളിയാക്കുന്നുണ്ട്. നാളത്തെ കഴിഞ്ഞാൽ പിന്നെ അടുത്തിരുന്ന് സംസാരിച്ചൂടെ? പറയാൻ എന്തെങ്കിലുമൊക്കെ ബാക്കി വെക്കണേ. അവളെ പുറത്താക്കി വാതിലടിച്ചു. ഞങ്ങൾക്ക് എത്ര സംസാരിച്ചാലും തീരില്ല. അതൊക്കെ ഉണ്ടോ ഓൾക്ക് മനസ്സിലാവുന്നു. വാതിലിൽ ഇടിക്കുന്നുണ്ടോള്. പെണ്ണേ, ഉറക്കം ശരിയായില്ലെങ്കിൽ ഡാർക്ക് സർക്കിൾ വരും. മേക്കപ്പ് ഇടാൻ പറ്റൂലല്ലോ. വേഗം ഉറങ്ങാൻ നോക്കെന്ന് പറയുന്നുണ്ട്. കോൾ കട്ട് ചെയ്തു. ഹൃദയം മിടിപ്പ് കൂടുന്നു. നാണമോ
ബേജാറോ, എന്തൊക്കെയോ ഫീലിംഗ്. ഇന്ന് അവരവിടുന്ന് പുറപ്പെടും. എല്ലാവരും എയർപോർട്ടിൽ നിന്ന് സെൽഫി അയച്ച് തന്നിട്ടുണ്ട്. അത് വാട്സപ്പ്, ഇൻസ്റ്റയിൽ സ്റ്റാറ്റസ് വെച്ചു. കാത്തിരിപ്പിലേക്ക് ദൂരം കുറഞ്ഞു വരുന്നു. മഹറുമായൻ്റെ തോയനെത്തുന്നുവെന്ന ക്യാപ്ഷൻ വെച്ചു. നിമിഷ നേരം കൊണ്ട് സ്റ്റാറ്റസ് കണ്ടവരൊക്കെ ആശംസകൾ അറിയിച്ചു. മെസ്സേജിനൊക്കെ റിപ്ലൈ കൊടുത്തു ഉറങ്ങാൻ കിടന്നു. വല്ലാത്ത ദാഹം തോന്നി എണീറ്റതാണ്. സമയം 1 മണി. താഴെ നിന്ന് ആരൊക്കെയോ സംസാരിക്കുന്നത് കേൾക്കാം. ഇവർക്കൊന്നും ഉറക്കമില്ലേ എന്ന് കരുതി വെള്ളമെടുക്കാൻ സ്റ്റെപ്പ് ഇറങ്ങി തുടങ്ങിയപ്പോഴാണ് ഉമ്മയുടെ തേങ്ങൽ കെട്ടത്. ഉപ്പ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഹാളിൽ നിറയെ ആൾക്കാർ. എന്തോ അരുതാത്തത് സംഭവിക്കുന്നുവെന്ന് ഉള്ളം പറഞ്ഞു. ഇറങ്ങി ചെന്നപ്പോൾ എല്ലാവരും സഹതാപത്തോടെ നോക്കുന്നു. എന്തിനമ്മ കരയുന്നത്? ഉമ്മയുടെ കരച്ചിലിൻ്റെ ശക്തി കൂടി. കൂട്ടത്തിൽ ആരോ പറഞ്ഞു, കരിപ്പൂർ എയർപോർട്ടിൽ വിമാന അപകടം, യാത്രക്കാർ ഏറെക്കുറെ മരണപ്പെട്ടു. കൂട്ടത്തിൽ നിശുവും ഉണ്ടോന്ന് സംശയം. ചുറ്റുമിരുട്ടാണ്. ചെവിയിലൂടെ ഒരു മൂളക്കം. സമയം എത്രയാണെന്നറിഞ്ഞില്ല. ആളുകൾക്കിടയിൽ കിടന്നു ഞാൻ. എന്തിനാ ഇവരൊക്കെ കൂടി എനിക്ക് ചുറ്റും നിൽക്കുന്നത്? ഓർമ്മയിലേക്ക് പതിയെ ആ വാർത്ത കടന്നു വന്നു. നിശുക്ക, അല്ലാ, നീ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? പതുക്കെ എണീറ്റ് ഫോൺ എടുത്തു. സ്റ്റാറ്റസ് നോക്കി. സ്വപ്നങ്ങളും മോഹങ്ങളും എല്ലാം ആ മുഖത്തുണ്ട്. സന്തോഷം കൊണ്ട് ചിരിച്ചു നിൽക്കുന്ന തൻ്റെ പ്രിയതമൻ. എത്ര കുറച്ച് സമയം കൊണ്ടാണ് എല്ലാം മാറി മറിഞ്ഞത്. എന്തിനാ എന്നെ ഒറ്റക്കാക്കി പോയത്? അവൾ ആർത്തു കരഞ്ഞു. കൂട്ടുകാരികൾ അവളെ പിടിച്ചു കിടത്തി. ആർക്കും അവളെ സമാധാനിപ്പിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല. അല്ലെങ്കിൽ തന്നെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കും? മയ്യത്ത് കൊണ്ടുവരുന്നുണ്ട് എന്നത് കേട്ടതും അവൾ എണീറ്റു. എനിക്കും കാണണം. അത് വേണമോളെ, വേണം. ഇനി കാണാൻ പറ്റൂലല്ലോ. ആരൊക്കെയോ അവളെ അനുകൂലിച്ചു. അങ്ങനെ അവൾ കല്യാണത്തിനെടുത്ത പുതിയ വസ്ത്രമെടുത്ത് ധരിച്ചു. മനോഹരമായി കണ്ണെഴുതി, ആഭരണങ്ങൾ ധരിച്ചു. ഒരു മണവാട്ടിയായി ഒരുങ്ങി തൻ്റെ പ്രിയതമനെ കാണാൻ ചെന്നു. അവൻ്റെ കാതിൽ അവൾ പറഞ്ഞു, സ്വർഗത്തിൽ നിന്റെ ഇണയാവാൻ ഞാൻ എന്നും ദുആ ചെയ്യും. ഇന്ന് നിന്റെ ആഗ്രഹം പോലെ തന്നെ മണവാട്ടിയായി ഞാൻ നിന്നെ തേടി വന്നിരിക്കുന്നു പ്രിയനെ.